ലൗ കാന ലിബ്നി ആദമ വദിയാൻ മിൻ മാലിൻ ലബ്തഗാ സാലിസാ. രണ്ട് മലഞ്ചരിവ് നിറയെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞവനാണെങ്കിൽ പോലും ആദമീ പുത്രന്മാരുടെ പൊതു സ്വഭാവം ലബ്തഗാ സാലിസാ, മൂന്നാമത്തതിനെ തേടി ഓടലാണ്. വലാ യംലഉ ഫാഹു ഇല്ല തുറാബ്, 6 അടി മണ്ണല്ലാതെ അവന്റെ വായയെ നിറക്കുകയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ അവന്റെ അങ്ങനത്തെ ഒരാൾ, 2 മലഞ്ചരിവ് നിറയെ അവന് സമ്പത്തുണ്ട്. എവിടെ ഉണ്ട് സമ്പത്ത്? എവിടെ ഉണ്ട്? കൈ പറമോനെ എവിടെ ഉണ്ട്? കയ്യിലുണ്ട്. എവിടെ ഇല്ല? ഹൃദയത്തിൽ ഫക്രായതുകൊണ്ടല്ലേ ഓടിയത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതെല്ലാം അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെ ധൃതി പിടിക്കണ്, അത് കിട്ടും. കിട്ടിയില്ലേ? അതാണ് മസ്ലഹത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. കിട്ടാതിരിക്കൽ മസ്ലഹത്താണ്. എന്താണ് ഖയ്യൂമിന് ഇബ്നു അജീബ തങ്ങൾ പറയുന്ന വ്യാഖ്യാനം? അദ്ദാഇമു ബിലാ അവ്വലിൻ അൽ ബാഖി ബിലാ സവാലിൻ. അവ്വലില്ലാതെ ഉള്ളവൻ, ആഖിറില്ലാതെ നിലനിൽക്കുന്നവൻ. പിന്നെ അവൻ ആരാണ്? അല്ലദീ ലാ സബീല അലൈഹി ലിൽ മൗതി വൽ ഫനാഇ. മരണത്തിനോ നാശത്തിനോ അവന് ഒരു വഴിയുമില്ല. അവൻ മരിക്കുകയുമില്ല, അവനൊട്ട് അള്ളാഹിന്റെ വലിപ്പത്തിലായി പറയുന്നത്. രാവിലെ വന്നിരുന്ന് മറുപടി പറയും, ഒന്ന് എന്നെ തന്നെ ആൻസർ ചെയ്യും. അള്ളാഹിനെ പറ്റിയാ പറയുന്നത്, അള്ളാഹിനെ പറ്റിയാ. മലയാള അക്ഷരം പറഞ്ഞാൽ പോലും അള്ളാഹ്. നാളെ ചിന്തിക്കണം, ചിലതിനെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അള്ളാഹ് എന്നുള്ള പദം അക്ഷരം മലയാളത്തിലാണെങ്കിലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ചില പത്രങ്ങൾ പ്രത്യേകിച്ചും നിരത്തിട്ട് ചവിട്ടരുത്. അതിലൊക്കെ അള്ളാഹ് എന്ന് ഇസ്മുള്ള മലയാള അക്ഷരങ്ങൾ വരും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നിലത്തിട്ട് ചവിട്ടിയാൽ പോലും അതിൽ ആപത്ത് സംഭവിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില പത്രങ്ങൾ, മാസികകൾ, അതിലൊക്കെ അള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് മലയാളത്തിൽ എഴുതിയാൽ പോലും അത്ഭുതമാണ്. എന്ത്? അള്ളാഹ് എൻ്റെ വലുപ്പത്തിലായി പറയുന്നത്. അപ്പം അവൻ ആരാണ്? അവൻ ആരാണ്? ഇബ്നു അജീബ തങ്ങൾ പറയാണ്, അദ്ദാഇമു ബിലാ അവ്വലിൻ, അവ്വലില്ലാതെ ഉള്ളവൻ, അൽ ബാഖി ബിലാ സവാലിൻ, നീങ്ങിപ്പോകലില്ലാതെ നിലനിൽക്കുന്നവൻ. അല്ലദീ, എങ്ങനെയാണവൻ? ലാ സബീല അലൈഹി, അവന് വഴിയില്ല, ലിൽ മൗതി, മരണത്തിനോ, വൽ ഫനാഇ, നാശത്തിനോ മരണത്തിനോ അവനിലേക്ക് ഒരു വഴിയുമില്ല. അവൻ മരിക്കുകയുമില്ല, അവനോട്ട് നശിക്കുകയും ഇല്ല. പിന്നെ അവൻ ആരാണ്? ദാഇമുൽ ഖിയാമി ബിതദ്ബീരി ഖൽഖി, അവൻ്റെ സൃഷ്ടിജാലങ്ങൾ, ആ സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളെയും സദാസമയവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അതിൽ ഒരാൾ എന്ന് വ്യത്യാസമില്ല. ഇന്ന് എന്നെക്കുറിച്ച് കൃത്യമായ ഒരു തദ്ബീർ റബ്ബിന് നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ പ്രസിഡന്റ് നടക്കുന്നുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് നടക്കുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും ഒരു, ആ പുൽക്കൊടിക്ക് നടക്കുന്നുണ്ട്. അവിടെ ആ മൈതാനിയിലുള്ള പുൽക്കൊടിക്ക് ഒരു തദ്ബീർ നടക്കുന്നുണ്ട്. അതുപോലത്തെ തദ്ബീർ എനിക്കും നടക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അവന്റെ വലിപ്പത്തരം തീരൂല. ഞാൻ ഇന്നലെ ഒരു കിതാബ് നോക്കിയപ്പോൾ അതിൽ കണ്ടു, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയിട്ടും പിന്നെ ഇബാറത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കേട്ടു, ഒരാൾ പറയുന്നുണ്ട് അള്ളാഹുവിന് 99 ഇസ്മുണ്ട്. അപ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 99 ഇസ്മോ അള്ളാഹുവിന് ലഹു ഇസ്മുൻ ബിഅദദി റംലി, മണൽത്തരിയുടെ എണ്ണത്തിന് ഇസ്മുണ്ട്. 99 എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക ദുആക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാതെ അവന്റെ ഇസ്മി എത്രമാത്രമല്ല, 99 അല്ല. മനസ്സിലാവേണ്ടി പറഞ്ഞത്? മനസ്സിലാവണില്ല? എവിടെയെങ്കിലും ഇന്ത്യ ഇരിക്കണം, പിന്നെ എന്നോട് ചോദിക്കണം, പഠിക്കണം ജീവിതത്തിൽ. ഒരാൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നത് കേൾക്കണം. ഒരാൾ പറയുന്നുണ്ട്, ഇന്നലില്ലാഹി 99 ഇസ്മൻ, അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അൽ കബീർ, മഹാനായ സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നലില്ലാഹി അസ്മാഉ ബിഅദദിർ റംലി വഅദദിൽ വറഖി, മരത്തിന്റെ ഇലകളുടെ എണ്ണത്തിന് ഇസ്മ, മണൽത്തരിയുടെ എണ്ണത്തിന് ഇസ്മ ഉണ്ട്. ആർക്ക്? ഈ ഭൂമിയിൽ എത്ര കോടാനക്കോടി മണൽത്തരിയുണ്ടോ, ഓരോ നിന്റെ എണ്ണത്തിനും അള്ളാഹ്ക്ക് എന്തുണ്ട്? ഇസ്മുണ്ട്. വേറെ അവൻ ആരാ? അവൻ അല്ലാഹുവാണ്. ഒരാൾക്ക് നല്ല പേര്,
വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, നല്ല പേര്, ഇതൊക്കെ നല്ല പേര്, നല്ല പേര്, നല്ല പേര്, ഒരാൾക്ക് നല്ല പേര് അധികരിക്കൽ എന്തുകൊണ്ടാണ്? അയാൾ മഹത്വമാണത്. നാട്ടുകാർ ഉസ്താദേന്ന് വിളിക്കും, ചില മൗലിയരെന്ന് വിളിക്കും, ചില ഷേഖുനാന്ന് വിളിക്കും ഒരു മഹാനെ പറ്റി. അങ്ങനെ സങ്കല്പിച്ചോ. ഭാര്യ വീട്ടുകാരോ വേറെ നല്ല പേര് വിളിക്കും. അവനെക്കൊണ്ട് നല്ല കാര്യമാണ്, നമ്മളെ കുടുംബം പോറ്റി എന്ന് പറയും, നമ്മളെ കുടുംബം പോറ്റുന്ന ആളാണെന്ന് പറയും. അമ്മ പറയും നമ്മളെ കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് പറയും. അങ്ങനെ പേരാണോ? എൻ്റെ നെടുന്തൂണാണ്. ഭാര്യ പറയും എൻ്റെ മാണിക്കക്കല്ലാണെന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നല്ല നല്ല പേരുകൾ. ഉദാഹരണം, നല്ല നല്ല പേര് എന്തുകൊണ്ട്? ബിഹിസാലിഹിൽ ഹമീദ, സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ കാരണമാണ് അത് പറയുന്നത്. എങ്കിൽ ഇതൊക്കെ നമ്മളൊക്കെ നിഴലുകളാണ്. നിഴലിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ്, നമ്മൾ നിഴലും അല്ല. മൊഹീദ്ദീൻ ഷേഖൊക്കെയാണ് നിഴല്, നമ്മൾ നിഴലും അല്ല. നമ്മൾ അതിൻ്റെ 16 കോടിയാമത്തെ ഫോട്ടോസ്റ്റാറ്റാണ്. നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് തന്നെയല്ലേ, നമ്മൾ തെളിയാത്ത ഫോട്ടോസ്റ്റാറ്റാണ്. ആ നമ്മക്കാണ് 10 പേരുള്ളത് നാട്ടിൽ. നല്ല പേര് മോശപ്പെട്ടല്ല എങ്കിൽ റബ്ബിന്റെ പേരെത്തിരിക്കും. മണൽത്തരിയുടെ എണ്ണത്തിനാണ് അവന് പേര്. എത്രയായിരിക്കും? 99 ഖുർആനിലോട്ട് പറഞ്ഞില്ല. റസൂൽ പറഞ്ഞത് മനസ്സിലായില്ലേ? റസൂൽ ഹദീസിൽ പറഞ്ഞത് ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദ്വാ, ആ ദ്വാരക്കാണ് എന്ത്? 99. ആ 99 ഇല്ലാത്ത പേരുണ്ട്. ഇപ്പൊ ചില സീഖയിൽ റബ്ബ് എന്ന വാക്ക് അസ്മാഉൽ ഹുസ്നയിലില്ല. പ്രധാനപ്പെട്ട അള്ളാഹിന്റെ പേരാണ് എന്ത്? റബ്ബ്. റബ്ബ് ഇതിലില്ല. ഖുർആനിലെ അള്ളാഹിനെ പറ്റി ഏറ്റവും ആവർത്തിച്ച അള്ളാഹിന്റെ പേരാണ് എന്ത്? റബ്ബ്. കാന അക്സറു ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബനാ ആതിന. മുസ്തഫ നബിയുടെ കൂടുതൽ ദുആയിലും അള്ളാഹിനെ വിളിക്കുന്ന പേര് റബ്ബന 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 റബ്ബന. വളരെ പ്രധാനപ്പെട്ട പേര് റബ്ബ്. അതെന്തിലില്ല? അസ്മാഉൽ ഹുസ്നയിലില്ല. ഏത് അസ്മാഉൽ ഹുസ്നയിൽ? അസ്മാഉൽ ഹുസ്നയിൽ ഉണ്ട്, ഏതിലില്ല? ഈ 99ന്റെ റിവായത്തിലില്ല. അതും അസ്മാഉൽ ഹുസ്ന തന്നെയാണ്. എത്രയാണ് അതിന്റെ എണ്ണം അറിയില്ല. അവന്റെ വലിപ്പത്രം, അവന്റെ വലിപ്പത്രം പഠിക്കും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അവനാരാ? അവനാരാണ്? അവനാരാണ്? അവൻ ദായിമുൽ ഫനാഇ ബിതദ്ബീരി ഖൽഖിഹി, അവന്റെ സൃഷ്ടികളെ മുഴുവനും അവൻ നിയന്ത്രിക്കും. എല്ലാവരും ഫീ ഈസാലിൽ മനാഫിഇ വദഫഇൽ മളാരി, ബി ഈസാലിൽ മനാഫിഇ ഉപകാരങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട്, വദഫഇൽ മളാരി ഉപദ്രവങ്ങൾ തടഞ്ഞുകൊണ്ട്. ഇതൊക്കെ തദ്ബീർ ചെയ്യും ആര്? അല്ലാഹ്. അതിന്റെ അർത്ഥം മരിക്കൂലേ? മരിക്കണം, മരിക്കണല്ലോ. മരിക്കൽ നാശല്ല, അള്ളാഹു മരിക്കൂല എന്നുള്ളൂ. നമ്മൾ മരിക്കൽ ഖൈറാണ്. മുത്തനബി മരിക്കൽ ഖൈറാണ്. മുത്തനബി പറഞ്ഞില്ലേ? മരണമില്ലാത്തവൻ ആരല്ല? മുത്തനബി അല്ല, അള്ളാഹുവാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബ് മരിക്കൽ ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് മരണം ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. റസൂലുള്ളാഹി മരിക്കൽ ഖൈറാണ്. റസൂലുള്ളാഹി മരിച്ചില്ലെങ്കിലോ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഖിയാമത്ത് നാളില്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടൂല, നമുക്ക് അള്ളാഹിനെ കാണൂല. അങ്ങനെ നോക്കി കുതിർക്കണം. ഇവിടെ മരിക്കണ്ടേ? മരിക്കണില്ല. എന്നാലോ മരിക്കണില്ലെങ്കിലോ? മുഅ്മിനീങ്ങളെ രീതിയല്ല, മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ലോക ചരിത്രത്തിൽ. ഞാൻ അതിനെക്കുറിച്ച് 2022 ഒരു പഠനം നടത്തിയിട്ടുണ്ട്. പ്രസംഗിച്ചിട്ടില്ല, അങ്ങനെയുള്ളൂ. എഴുതി വെച്ച് പുസ്തകമാക്കി, പക്ഷേ പുറത്തിറക്കിയിട്ടില്ല. മരിക്കാതിരിക്കൽ കൊതിക്കുന്നവർ, അതിനുവേണ്ടി കോടിക്കണക്കായ ഡോളറുകൾ ചെലവഴിച്ച്, സമ്പത്ത് ചെലവഴിച്ച് വിൽപ്പത്രം എഴുതി വെച്ച ആളുകൾ ലോകത്തുണ്ട്. മരിച്ചിട്ടും മരിക്കാതിരിക്കുക. അവർ മരിച്ചു. ഇപ്പോൾ ഏതെങ്കിലും കാലത്ത് മരിക്കുകയാണെങ്കിൽ ബോഡി സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ എന്തിട്ട് വലിയ സമ്പത്ത് അവർ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നറിയോ? ഏതെങ്കിലും ഒരു കാലത്ത് ശാസ്ത്രം മരണത്തെ അതിജയിക്കും, അന്ന് എൻ്റെ ബോഡിയെ ജീവിപ്പിക്കാൻ വേണ്ടി. മുഅ്മിനീങ്ങളെ രീതിയല്ല. മുഅ്മിനീങ്ങളോ മരിക്കും, മരിക്കണം. കാരണം നമുക്കിതൊന്നും പോരല്ലോ. നമുക്ക് ആരെ കാണണം? അള്ളാഹുവിനെ കാണണം. നമുക്ക് പെണ്ണുങ്ങളെ കാണാൻ വൈകുന്നേരം പെരിയിൽ പോയാൽ അത് 1 മണിക്കൂർ നല്ല കോലത്തിൽ കണ്ടാൽ അടുത്ത മണിക്കൂറിൽ കുരങ്ങിൻ്റെ കോലത്തിൽ കണ്ടു.
സൃഷ്ടി അങ്ങനെ, അതോളെ കുഴപ്പമില്ല, ഓളും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ വന്നപ്പം നില നിങ്ങളെ കുരങ്ങിൻ്റെ മുഖത്ത് പിന്നെ കണക്കായി നിങ്ങൾ വന്ന നേരത്തെ നിങ്ങളെ മുഖത്തേക്ക് നോക്കാൻ വയ്യും. ഇതൊക്കെ ദേഷ്യത്തിൽ അങ്ങനെ പിന്നെ കണക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ അവരാവും ചെയ്തു. വരുന്ന നേരത്തെ നിങ്ങളെ മുഖത്തേക്ക് നോക്കൂല. അപ്പം നമ്മൾക്ക് കുരങ്ങിൻ്റെ മുഖമാണെന്ന് ചില നിലത്തോട് പറയും. അപ്പോൾ ഇവരൊന്നും കണ്ടിട്ട് നമുക്ക് കാര്യമില്ല, ഓൾക്ക് നമ്മളെ കണ്ടിട്ടും കാര്യമില്ല, നമുക്ക് ഓളെ കണ്ടിട്ടും കാര്യമില്ല. അതൊക്കെ താൽക്കാലിക ആശ്വാസമാണ്. എന്ത് അങ്ങനെ ഉണ്ടല്ലോ, ഒരു താൽക്കാലിക ആശ്വാസം, സ്ഥിരമായ സന്തോഷമാണെങ്കിൽ അള്ളാഹനെ തന്നെ കാണണം അല്ലേ? അങ്ങനെ അതാണല്ലോ. അള്ളാഹു താല നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു താല തൗഫീഖ് തരട്ടെ, അള്ളാഹു താല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആയത്തിൽ കഹ്ഫിൻ്റെ അവസാനത്തിലുണ്ടല്ലോ ആയത്ത് ഫല്യഅമൽ അമലൻ സ്വാലിഹ. അതിൻ്റെ മുമ്പുള്ള വാക്കെന്താ? കഹ്ഫിൻ്റെ അവസാനത്തെ ആയത്ത് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി ഫല്യഅമൽ അമലൻ സ്വാലിഹ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി, റബ്ബിനെ കണ്ടുമുട്ടാൻ കൊതിയുള്ളവൻ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അപ്പം മരണത്തെ കൊതിക്കാതിരിക്കുക എന്നത് പൊതുവേ യൂറോപ്യൻസിന്റെ സ്വഭാവമാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അതല്ല. മുഅ്മിനീങ്ങൾക്ക് മരിക്കണം, ഇവിടെ അള്ളാഹുവിനെ കണ്ടെത്തണം. മനസ്സിലായില്ലേ? അപ്പം തദ്ബീർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കേണ്ട, ഒരു മരണത്തിന് സമയമുണ്ട്, അന്ന് മരിക്കും. ഒരു മൃഗം ഒരു മൃഗത്തെ വേട്ടയാടും. ആ വേട്ടയാടുമ്പോൾ ആ വേട്ട നടക്കുന്ന ദിവസം അതിന്റെ മരണം ഉപകാരമായ ദിവസമായിരിക്കും. അതിൽ മറ്റൊരു ഒന്നിന് ഭക്ഷണം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ മരിച്ചാൽ ഭൂമിയിൽ നമ്മളെ മറവ് ചെയ്യും. അപ്പോൾ ഭൂമിക്കടിയിൽ ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികൾക്ക് നമ്മളെ കഴിക്കാം. അള്ളാഹു തആല നമുക്ക് സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല സിർമതിയായ ജസദും അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു സിർമതിയായ ജസദ്, അഴുകിപ്പോകാത്ത സിർമതിയായ ജസദ്, അള്ളാഹുവിന്റെ ലിഖാഇ വരെയും അഴുകാത്തൊരു ജസദ് അള്ളാഹു തആല നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് 13 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു കേടില്ലാതെ പുറത്തെടുത്ത ഒരു ബോഡിയെ പറ്റി കാസർഗോഡ് നിന്ന് വിവരം കിട്ടിയില്ല കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നതുപോലത്തെ. അപ്പൊ നോക്കൂ, അതിലൊരു ബർത്താണ്. മറ്റേതോ ഭൂമിയുടെ ജീവികളുണ്ട്, അവർക്ക് കഴിക്കാനാണ്, അതിലും ഉപകാരമുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ തദ്ബീറുകളാണ്. അതെല്ലാം നമ്മൾ ഒന്ന് കണക്കാക്കും, അള്ളാഹു മറ്റൊന്ന് നിയന്ത്രിക്കും. ഇത് ചൊല്ലി ഒരു അരവരിയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറിന്റെ വാതിൽ തുറന്നു തരട്ടെ. പിന്നെ എങ്ങനെ ഉയർച്ച, ഇങ്ങനെ പലതും നമുക്ക് ആവശ്യാനുസാരം ഫീഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല ആവശ്യാനുസാരം നമുക്കെല്ലാം ചെയ്തു തരും. ആര്? അല്ലാഹ്. നമ്മളെ കാര്യം നോക്കണ്ട, ആര് നോക്കിയാൽ മതി? നോക്കും. ആര് നോക്കും? അല്ലാഹ്. നമ്മളെ കാര്യം അല്ലാഹു നോക്കും. ഇത് സംബന്ധമായ ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഇരിക്കണേ, തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് അല്ലാഹു തദ്ബീർ ചെയ്യും, അല്ലാഹു തദ്ബീർ ചെയ്യും എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. അവന് തദ്ബീറാണ് ഖയ്യൂമിയത്ത്. അവൻ നമ്മളെ കാര്യങ്ങൾ ആവശ്യാനുസാരം നിയന്ത്രിക്കും. അതാണ് അവന്റെ ഖയ്യൂമിയത്ത്. ഈ ഖയ്യൂമിയത്തിൽ നമുക്ക് എന്ത് വേണം? ബോധം വേണം. ബോധമില്ലെങ്കിലോ ആദി വരും. ആദിയാണ് ദാരിദ്ര്യം. പട്ടിണി കിടക്കലല്ല ദാരിദ്ര്യം, ആദിയാണ് ദാരിദ്ര്യം. തിരിഞ്ഞിട്ടില്ല. ആദിയാണ് ദാരിദ്ര്യം, പട്ടിണി കിടക്കലല്ല. ഉദാഹരണം പറയാം. ഒരാൾ പട്ടിണി കിടക്കുന്നു, അയാൾക്ക് വിഷമില്ല. അയാൾ വിചാരിക്കുന്നു, ഞാൻ എടുക്കേണ്ട പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ ഭക്ഷണം വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. അത് ഇന്ന് ഭക്ഷണം കിട്ടാതിലായിരിക്കും എനിക്ക് ഖൈർ. അപ്പൊ എന്റെ ആവശ്യാനുസാരം റബ്ബ് ഭക്ഷണം എത്തിച്ചേരും. ഞാൻ പണിയെടുക്കാൻ എന്നോട് പറഞ്ഞു, ഞാൻ പണിയെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞ ചിന്തിക്ക്. അതുപോലത്തെ എല്ലാ കാര്യവും ഒരാൾക്ക് നീ കൊടുക്കാനുണ്ട്, ആ കൊടുക്കാനുള്ളത് നിനക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, നീ കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹിന്റെ തദ്ബീർ? അള്ളാഹുവിന്റെ തദ്ബീറാണത്. ഇനിയൊരു ദിവസം അള്ളാഹു അത് തീർക്കും. അള്ളാഹു തആല ഒരിക്കലും അബദിനെ അള്ളാഹു വെറുതെ ആക്കൂല. അതായിരിക്കും അതിന്റെ ദിവസം. അതുവരെ നീ സഹിക്കണം.
ഈ സൈറ്റ് അവിടെ നമുക്ക് ആയില്ലല്ലോ എന്ന ചിന്ത ആദ്യം വരുത്തും. ഞാൻ എന്നാൽ കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല. കാരണം എന്റെ കയ്യിലല്ല, തദ്ബീർ ആരുടെ കയ്യിലാണ്? അല്ലാഹ്. ഈ ബോധം ഉണ്ടാവണം. അതേ സമയത്ത് നമ്മൾ ആർക്ക് കൊടുക്കണം? അള്ളാഹുവിന് കൊടുക്കണം. തുർമദി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് എഴുതിച്ചു. ഹബീബായ നബി പറഞ്ഞു, قال رسول الله صلى الله عليه وسلم عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان الله عز وجل يقول الله تعالى തീർച്ചയായും അല്ലാഹു പറയുന്നുണ്ട്, യബ്ന ആദം, ആദമിന്റെ പുത്ര, തഫറഗ ലിഇബാദതി, നീ എനിക്ക് പ്രണാമം ചെയ്യാൻ, എന്റെ കാര്യത്തിൽ ജോലിയാകാൻ നീ അങ്ങോട്ട് ഒരുങ്ങുക. തഫറഗ് ഒഴിവാകുക, തഫറഗ് ഒഴിവാകുക. ഇന്നിപ്പോ നിങ്ങൾ ക്ലാസ്സിന് വരാൻ വേണ്ടി ഒഴിവായതല്ലേ? ഒഴിവായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ കഴിയില്ല. അതായത് ഇന്ന് നിങ്ങൾ ക്ലാസ്സിന് ഭാര്യ പറഞ്ഞു നമുക്ക് രണ്ടാക്കും ഇന്ന് രാവിലെ അമ്മായി സുഖലാർത്ഥമൊന്നും പോയിക്കോട്ടെ, പോകണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു? എനിക്ക് നടക്കൂല, 10 മണിക്ക് ഞാൻ വന്നിട്ട് പോകാം, രാവിലെ ക്ലാസ്സിന് പോകണം. അപ്പൊ നിങ്ങൾ ഇതിനുണ്ട് ഒഴിവായി. ഭാര്യ പറഞ്ഞു നിങ്ങളെ അവിടെ പോയി 2 കിലോ ഇറച്ചി വാങ്ങിക്കൊണ്ടേ. അപ്പൊ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞേച്ചാ ഇറച്ചി ഞാൻ നേരത്തെ കിട്ടണമെങ്കിൽ ഇയാളെ പറഞ്ഞേക്കണം. ഇനിയോ 10 ഞാൻ വരുമ്പോ കൊണ്ടുവരാ, പ്രശ്നമില്ല. എന്റെ ഇപ്പൊ നടക്കൂല. അപ്പൊ അതിന് ഒഴിവായി. ആ ഒഴിവായാലേ നിങ്ങൾക്ക് എന്ത് നടക്കുള്ളൂ? ക്ലാസ് നടക്കുള്ളൂ. ഇതുപോലെ ഇതൊരു ധാരണ. ഒഴിവാകുക, എല്ലാം ഒഴിവാക്കുക. എല്ലാം ഒഴിവാക്കുക പറഞ്ഞാൽ ഒന്നും ചെയ്യണില്ല എന്നല്ല, എല്ലാം ചെയ്യുന്നുണ്ട്. എന്റെ ഒന്നും എനിക്ക് വേണ്ടിയല്ല, അതൊക്കെ എന്റെ കടമ കൊണ്ട് ഞാൻ ചെയ്യാൻ. എന്നെ ഞാൻ ഒഴിവാക്കി വെച്ചു. ആർക്ക്? എന്റെ റബ്ബിന്. അതേസമയം റബ്ബ് വിളിച്ചാൽ നേരെ വൈകൂല, ബാങ്ക് കൊടുത്ത് നിസ്കരിക്കും. എന്റെ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവായതാണ്. ഈ കല്ലട്ടിമേൽ മറ്റോ ഇരിക്കുന്ന ഹെഡ് തൊഴിലാളികളെ കണ്ടിട്ടില്ലേ? ഹെഡ് ലോഡ് ഉദാഹരണമാണ്. ഹെഡ് ലോഡ് തൊഴിലാളികൾ മനസ്സിലായില്ലേ? കേച്ചർക്ക് തൊഴിലാളികളിലെ ഹെഡ് ലോഡ് തൊഴിലാളികൾ. ഇങ്ങോട്ട് നോക്ക്. ഈ കല്ലട്ടിമേലും മറ്റും അവിടെയും പീടിയുടെ കൊലയുമേലും അവിടെ ഇവിടെയൊക്കെ എങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കും അങ്ങാടിയിൽ. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കും. അതിൻ്റെ ഇടയിൽ ചെങ്ങായി വന്നാൽ പുറത്ത് 2 അടി കൊടുക്കും. എന്തൊക്കെയാണ് വർത്താനം എന്ന് പറയും. ചില ആളുകൾ പഴഞ്ചായും പുലിയും എന്നാണ് പഴയ കളി ഉണ്ടായിരുന്നു. പഴയത്ത് ഇങ്ങനെ ഭരിച്ചിട്ട് പഴഞ്ചായും പുലിയും കളിക്കാറ് പഴയ കാലത്ത്. ചില ആളുകൾ പാമ്പ് കോണിയും കളിക്കും. ചില ആളുകൾ റമ്മി കളിക്കും. അതിനർത്ഥം ഈ റമ്മി കളിക്കൽ ജായിസാണ്, കാസിമി പറഞ്ഞിട്ടുണ്ടാക്കണ്ട. അങ്ങനെയൊക്കെ കളിക്കുമല്ലോ. അങ്ങനെയൊക്കെ കളിക്കും. അതിന്റെ അടിയിലാണ് അങ്ങാടിക്ക് ലോഡും വണ്ടിന് വന്നാൽ പുലി എവിടെ വെച്ചു എന്ന് പോലും അറിയില്ല, പാമ്പ് കോണിയിലെ പാമ്പ് എവിടെ, കോണി എവിടെയെന്ന് പോലും അറിയില്ല. മനസ്സിലായില്ലേ? റമ്മിയില് എന്താണ് സ്പീഡാണോ മറ്റതാണോ മറിച്ചതാണോ ഇട്ടതെന്ന് പോലും അറിയില്ല. ഒറ്റ പാങ്ങട് കയറ്റം. എവിടേക്ക്? ലോറികളെ. ഇതാണ് ബാങ്കട് കൊടുത്താൽ മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ. കഴിഞ്ഞു. ഇനി ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണം. എന്നാ വേറല്ലേ ഇവര് ചായ കുടിക്കണില്ലേ? ഹെഡിലോട് തൊഴിലാളി ഇങ്ങനെ റോട്ടുമൊക്കെ ഇങ്ങനെ നോക്കിക്ക. വേറെ എങ്ങായി ആണോ? അല്ല, ചായ കുടിക്കും, കടി തിന്നും. ആ കടി നല്ല 1-ാം നമ്പർ നല്ല കുനുകുന്നല നെയ്യപ്പാണ് ഇറങ്ങും. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവന്. നോക്കുക, നല്ല സോഫ്റ്റായ നെയ്യപ്പം. ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ നെയ്യപ്പം കിട്ടും, നല്ല സോഫ്റ്റ് ഉണ്ടാവും ചില നെയ്യപ്പം. അപ്പൊ ആ നെയ്യപ്പം ഇങ്ങനെ വാങ്ങി ഒരു കടിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ലോഡ് മണി വന്നതെങ്കിൽ ആ നെയ്യപ്പം എവിടെ എറിഞ്ഞു എന്നറിയില്ല. എന്തുകൊണ്ട്? അതിൽ കയറാനുള്ള കുറച്ച് ആളുകൾ, 7 ആള് അല്ലെങ്കിൽ 8 ആളുകൾ 10 ആള്. അപ്പോഴത്തിന് മറ്റൊരു അതിന്റെ മൂപ്പം പറയും മതി അടുത്ത ലോഡിൽ കയറും. ഇതിലൊരു മൂപ്പുണ്ടാവുമല്ലോ. എല്ലാം കൂടെ ഒരു വണ്ടി കയറി ആർക്കൊന്നും കിട്ടാണ്ടാവില്ല. ഇത് വണ്ടി കയറി പോയി ഇറങ്ങി അടുത്ത വണ്ടി കയറി. അപ്പൊ ഇവൻ ഈ 7 പെടാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യും? പാഞ്ഞിട്ട് കയറും. അപ്പൊ നെയ്യപ്പ് എവിടെ എറിഞ്ഞുന്നോ ചായ എവിടെ എറിഞ്ഞുന്നോ അവന് അറിയില്ല. അത് കോയമ്പത്തൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കോഴിക്കോട്ടേക്ക് പോരുകയാണ്. പാലക്കാട് ബസ് നിർത്തി ഒരു ചായയും പൊറാട്ടയും പറഞ്ഞ നേരത്താണ് എന്ത് ഡ്രൈവർ പിന്നെയും തിളപ്പിച്ച കിറുകുറു ഒച്ച കേൾക്കണ സമയത്ത് നിങ്ങളെ പൈസ എവിടെ എറിയും പൊറാട്ട എവിടെ നിങ്ങൾക്ക് അറിയില്ല. ബസ് കയറും. എന്തേ? നിങ്ങൾ ഒരുങ്ങിയത് കോഴിക്കോട്ട് പോകാനല്ലാതെ പൊറാട്ട തിന്നാനല്ല. ഞാൻ പൊറാട്ട തിന്നൂലേ? തിന്നും. എപ്പോൾ തിന്നും? ബസ് കുറുകുറു എന്ന് പറഞ്ഞില്ലേ തിന്നും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇനിയും തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ ചക്കമ തിരിയേണ്ടി വരും.
തഫറഗ്, ഈ ഒഴിഞ്ഞിരുന്നോ ഈ ഇബാദത്തി, എൻ്റെ ഇബാദത്തിന്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഭാര്യയും ഭർത്താവിനും കല്യാണത്തിന് ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓളും ചങ്ങാഴ്ചയോട് വർത്താനം പറയും. പക്ഷെ അതേ സമയത്ത് ഓൾ ഇടങ്കണ്ണിട്ട് മൂപ്പരെങ്ങനെ നോക്കും. എന്തുകൊണ്ട്? മൂപ്പര് എന്ന് പറഞ്ഞാൽ ഒരു മുരടനാ. മോട്ടോർ സൈക്കിൾ കയറുമ്പോഴത്തേന് ഞാൻ ബാക്ക് പോയി ഇരുന്നിട്ടില്ലെങ്കിൽ കൊണ്ടുപോകില്ല, മൂപ്പര് പോവും എന്ന് പറഞ്ഞല്ലേ. പിന്നെ ചങ്ങാഴ്ചനോട് ഞാൻ പോയി വരട്ടെന്നോ പറഞ്ഞാൽ ഒന്നും നേരം ഉണ്ടാവില്ല. പാഞ്ഞ് വണ്ടി കയറിയിട്ട് പൊയിലെത്തിയിട്ടാ ഫോൺ ചെയ്യുക. പിന്നെ മൂപ്പരൊരു മോശോടനാന്ന് എനിക്കറിയാലോ, അതാ ഞാൻ എന്നോട് യാത്ര വരെ പറയാതെ പാഞ്ഞത്, ഇതൊന്നും വിചാരിക്കരുതിട്ടൊന്ന് പിന്നെ പറയും. എന്തേ? ഓള് പോകാൻ ഒരുങ്ങിയോളാണ് അയാളൊപ്പം എന്നത് പറഞ്ഞ പോലെ നീ എനിക്ക് വേണ്ടി ഒന്ന് ഒരുങ്ങിക്കോ അടിമേ. എന്നാലോ ആര് പറയാ? അല്ലാഹ്. എന്നാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ സമ്പന്നത നിറച്ചു തരും. ഓഹോ ഹോ. അപ്പൊ സമ്പന്നത നിറയേണ്ടത് കയ്യിലല്ല, ഹൃദയത്തിലാണ്. നിന്റെ അവിടെയാണ് കണക്ക്. നിന്റെ ഹൃദയത്തിൽ ഞാൻ കൈ ദരിദ്രമായിരിക്കും, ഹൃദയം സമ്പന്നായിരിക്കും. ചിലത് കൈ സമ്പന്നായിരിക്കും, ഹൃദയം ദരിദ്രമായിരിക്കും. രണ്ട് മലഞ്ചരിവ് നിറയെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞവനാണെങ്കിൽ പോലും ആദം ഈ പുത്രന്മാരുടെ പൊതു സ്വഭാവം മൂന്നാമത്തതിനെ തേടി ഓടലാണ്. 6 അടി മണ്ണല്ലാതെ അവന്റെ വായയെ നിറക്കുകയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ അവന്റെ അങ്ങനത്തെ ഒരാൾ 2 മലഞ്ചരിവ് നിറയെ അവന് സമ്പത്തുണ്ട്. എവിടെ ഉണ്ട് സമ്പത്ത്? എവിടെ ഉണ്ട്? കൈ പറമോനെ എവിടെ ഉണ്ട്? കയ്യിലുണ്ട്. എവിടെ ഇല്ല? ഹൃദയത്തിൽ ഫക്രായതുകൊണ്ടല്ലേ ഓടിയത്. മനസ്സിലായില്ലേ? നിറഞ്ഞാ പിന്നെ വേണ്ടല്ലോ. ഞാൻ ചില ഹോട്ടലുകളിൽ, ബൊഫെ ഹോട്ടലുകളിൽ മലയാളികൾ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് നാണിച്ചു പോന്നിട്ടുണ്ട്. അത് മലയാളികളുടെ സ്വഭാവമാണ്. ഇനി ഇംഗ്ലീഷുകാർ എന്ത് മോശത്തരാണെങ്കിലും ആവശ്യമുള്ള ഭക്ഷണം എടുക്കുള്ളൂ, കഴിക്കുള്ളൂ. ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകൾ, ഇൻ്റർനാഷണൽ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ, യാത്രകളിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഹോട്ടലുകളിൽ അവിടുത്തെ ഡൈനിങ് ഹാളിൽ ചെന്നാൽ ബൊഫെ ഭക്ഷണം അങ്ങനെ വെക്കും. മലയാളികൾ ആ സാധനം മുഴുവൻ എടുക്കും. 2-3 പ്ലേറ്റ് നിറച്ചത് വെച്ചിട്ട് എന്ത് ചെയ്യും? കുറച്ചതിന് തിന്നുമ്പോഴത്തേനും മടുക്കും. പിന്നെ ഓൻ അവിടെ അതിട്ടിട്ട് ഞാൻ ഇന്ന് പോണുണ്ടെന്ന് വരെ അറിയാത്ത മെല്ലെ പോകും, അതവിടെ കിടക്കും. ഇതിപ്പോൾ എന്തിനാ ഉദാഹരിക്കാൻ പറഞ്ഞറിയോ? ഓന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓനെ തിന്നണ്ടി വരൂല. നിറഞ്ഞു, നീ തിന്നണ്ടി വരൂല. മനുഷ്യന് കൈ നിറഞ്ഞാൽ ഹൃദയം നിറയില്ല, ഹൃദയം നിറഞ്ഞാൽ പിന്നെ കൈ തേടൂല്ല. കൈ ദരിദ്രാണെങ്കിൽ ഹൃദയം സമ്പന്നാവും. 2 മാസം അടുപ്പിൽ തീ കത്തിച്ചില്ല മുസ്തഫ നബിയുടെ വീട്ടിൽ പലപ്പോഴും. 2 മാസങ്ങൾ. എന്നാലും ഹബീബ നബിക്ക് ഒരു വിഷമമില്ല. എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് എവിടെയും പോകാറില്ല, ഒന്നുമില്ല, അങ്ങനെ ബേജാറുമില്ല. എന്തുകൊണ്ട്? കയ്യിലാണ് ദാരിദ്ര്യം, ഹൃദയത്തിൽ സമ്പന്നതയാണ്. അപ്പൊ കയ്യിൽ ദാരിദ്ര്യം ഇല്ലാണ്, കൈപിന്നെ ദാരിദ്ര്യം ഇല്ല. നീ എനിക്ക് വേണ്ടി ഒരുങ്ങിയാൽ ഞാൻ നിന്റെ ഹൃദയം സമ്പന്നത കൊണ്ട് നിറച്ചു തരും. അപ്പൊ നിറയേണ്ടത് റബ്ബിന് വേണ്ടി നിറക്കുക, റബ്ബിനെ മനസ്സിലാക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. പേടിക്കന്നെ വേണ്ട. നമ്മൾക്ക് കിട്ടുമോ പേടിക്കൊന്നും വേണ്ട. ഇപ്പം എന്താണ് ബേജാറാണ്ട് എന്നിട്ട് പറഞ്ഞ പണിയെടുക്കുക. നമ്മൾ അതിൻ്റെ അപ്പുറം നോക്കണ്ട. ഒരാൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരാൾ നിങ്ങൾ ഈ എയർ ഫ്ലൈറ്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ക്യൂ നിർത്തും. അപ്പം ക്യൂ നിർത്തണം നേരത്തെ ചില ആളുകൾ തിക്കിത്തിരക്കി മുന്നിലേക്ക് പായും. എന്തിനാ അവൻ പായുന്നത്? കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കണത് അവൻ്റെ ഓർമ്മ. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലും കോഴിക്കോട് ബസ് സ്റ്റാൻഡ് മുഫീസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ അതവന്റെ ഓർമ്മ. എന്തുകൊണ്ട്? വേഗം കയറിയിട്ട് ചിലവര് എന്ത് ചെയ്യും? വാതിൽക്ക് കയറുന്നതിന് മുമ്പ് തലയിലെ ചെട്ടിയമുണ്ടെടുത്തിട്ട് എന്ത് ചെയ്യും?
ആ സീറ്റ് കിട്ടും. കാരണം സീറ്റ് പോവില്ലേ. ഈ ചിന്ത ഉള്ളവരാണ് ഈ പ്ലേറ്റ് കയറുന്നത്. ഇതിനപ്പുറത്തേക്കും പോയിട്ടില്ല. എന്തിനാണടാ എന്റെ ചെട്ടിയമുണ്ടിടാൻ മടിച്ച് പായണത്? അതിന്റെ ആവശ്യമില്ല. നിനക്ക് സീറ്റ് അവിടെ ഉറപ്പാണ്. അപ്പൊ പിന്നെ പായണോട് ഒഴിഞ്ഞെടുത്തടാ. ഫ്ലൈറ്റ് പോയിട്ട് പരിചയമുള്ളവര് അങ്ങനെ പായില്ല. ഒരു മെല്ലെ മെല്ലെ പെണ്ണുങ്ങളോട് വർത്താനം പറഞ്ഞ അങ്ങനെ നടക്കും. മറ്റൊരു പായും. അപ്പോൾ ഓരോന്ന് ചിരിക്കും. നടക്കാരനായിരിക്കും. മനസ്സിലായില്ലേ? എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതെല്ലാം അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെ ധൃതി പിടിക്കണ്. അത് കിട്ടും. കിട്ടിയില്ലേ? അതാണ് മസ്ലഹത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. കിട്ടാതിരിക്കലും മസ്ലഹത്താണ്. ഞാൻ ഒരാഴ്ച ഇവിടെ അടുത്തുള്ള ആശുപത്രിയിൽ 40,000 ഉറുപ്പ്യ കൊടുത്ത് പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരാഴ്ച. എന്തിനാ 40,000? പട്ടിണി നടക്കണം. എന്നാ ഒപ്പം ചെയ്ത് പട്ടിണി കിടത്തി. ഇവിടെ അടുത്ത ഒരു ആശുപത്രിയിൽ, പായൂരിനടുത്ത ഒരു ആശുപത്രിയിൽ ഒരു 4-5 കൊല്ലം മുമ്പ് ഞാൻ ഒരാഴ്ച ഒന്നും തിന്നില്ലാന്നെ പറയാം. അക്കോലത്തിൽ പട്ടിണി നടന്നു. എന്നിട്ട് 40,000 ഉറുപ്പ്യ കൊടുത്ത് പോന്നിട്ടുണ്ട്. ആ ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കണ്ടേന്ന് വെച്ചു. എന്താ മൂപ്പര് കൽപ്പിച്ചാൽ ഞാൻ പട്ടിണി നടക്കും? ഇല്ലേ, പട്ടിണി നടക്കൂല. പട്ടിണി നടന്നാലേ എന്റെ തടിയിലെ ദുർമേധസ് പോകുള്ളൂ. നേരെ നോക്കുമ്പോൾ മൂപ്പര കൽപ്പനയാണ് 3/4 മണിക്കൂർ വെയിലുള്ളണം. ഇല്ലെങ്കിലോ വെയിലുള്ളൂല. വെയിലിന് മൂപ്പർക്ക് ചെലവുണ്ടോ? ഞാൻ വെയിൽ കൊള്ളുന്നുണ്ടോന്ന് മൂപ്പർക്ക് നോക്കണേനാണ് മൂപ്പർക്ക് 40,000. മൂപ്പര് നോക്കിയേക്കും. നമ്മളെ എങ്ങാനും കുറച്ച് നേരം കുറഞ്ഞാൽ പറയും എന്ത് ഇന്ന് കുറവാണ്, വൈകുന്നേരം ലേശം കൂട്ടിയെടുക്കണം. 3/4 മണിക്കൂർ രാവിലെ, 3/4 മണിക്കൂർ വൈകുന്നേരം വെയിലുള്ളണം. വിറ്റാമിൻ ഡി കയറ്റണം. പട്ടിണി കിടക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്ന അവൻ എന്തായിരിക്കും? മസ്ലഹത്തായിരിക്കും. നിന്റെ മസ്ലഹത്ത് അറിയുന്നവൻ റബ്ബാണ്. അതാണ് പട്ടിണി നടത്തിയത്. അങ്ങനെ ചിന്തിച്ചാ എന്നെ അങ്ങനെ ചിന്തിച്ചൂടെ? അപ്പൊ 40,000 എനിക്ക് ലാഭം കിട്ടും. കണ്ടോടത്തുനിന്ന് മുഴുവനും തിന്നാലേ ഇടക്കിടക്ക് 40,000 കൊടുക്കേണ്ടി വരും. മര്യാദക്ക് തിന്നാൻ കിട്ടിയില്ലെങ്കിലോ? പ്രശ്നമാണ്. നിങ്ങൾ എന്തെങ്കിലും ഇത് പറയും മനുഷ്യന്മാരെ. ആ 40,000 ലാഭമാണ്. മുമ്പിൽ ഞാൻ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, അന്നത്തെ ഊർജ്ജസ്വലിന്റെ ഒക്കെ പോയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് നമ്മളെടുത്ത് വന്നാണ് കടന്നാൽ കൂട്ടപ്പനം. മൂപ്പർക്ക് അത് പറയും. മൂപ്പർക്ക് 40,000 ഉൾപ്പെട്ടു. എനിക്കറിയാം 40,000 പോയാൽ പോലും ഞാൻ ഉഷാറാവും, താട്ടിയൊക്കെ ഒന്ന് ഉഷാറാവും. തീറ്റയുടെ ഒഴിവാക്കും. മൂപ്പര് പറഞ്ഞേ എന്നാൻ പറ്റും. അങ്ങനെയാണ് കണക്ക്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതൊക്കെ കണക്ക്. അപ്പൊ തിന്നൽ ഹൈറാണെങ്കിൽ തിന്നാതിരിക്കൽ അതിനേക്കാൾ ഹൈറാണ്. ദാരിദ്ര്യമോ ഒരു ഹൈറാണ്. ധനം ഹൈറാണെങ്കിൽ അതിനേക്കാൾ വലിയ ഹൈറാണ് എന്ത്? ദാരിദ്ര്യം. എല്ലാം തെറ്റിപ്പേര് ചെയ്യാ. തിന്നാൻ തരില്ല, തെറ്റിപ്പേര് ചെയ്യാം. അപ്പൊ നീ ആദ്യം വേണ്ട എന്റെ മസ്ലഹത്തിന്റെ റബ്ബ് ചെയ്തു തരും എന്ന് ഞാൻ പഠിക്കണം. നീ എനിക്ക് വേണ്ടി ഒരുങ്ങിയാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ നിറച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ അള്ളാഹു തൗഫീഖ് തരാം. അവർക്ക് പിന്നെ നടക്കാത്ത കാര്യമില്ല. എടാ, വെള്ളം മരുഭൂമിയിലും ഒരു തുള്ളി വെള്ളം കാണാത്ത മനുഷ്യർ ടൈഗ്രീസ് നദി നീന്തിക്കടന്നതാണ് ലോക ചരിത്രത്തെ അത്ഭുതം. ഇറാഖുകാർ പാഞ്ഞാണ് തടി തപ്പി ഇവർ വന്നപ്പോൾ. ഒരു തുള്ളി വെള്ളമില്ലാത്ത മരുഭൂമിയിൽ ജീവിച്ച മനുഷ്യർ പിന്നെ ടൈഗ്രീസ് നദിക്കരയിലെത്തിയപ്പോൾ പാലം പൊളിച്ചിട്ടു. ആര്? ഇറാഖുകാർ. അതിലവരെന്ത് ചെയ്തു? പാലല്ല, മദീനയിൽ നിന്ന് വന്നവർ കയറും എന്നവർ മനസ്സിലാക്കി. അവർ അത്രയും വലിയ മുട്ടാളന്മാരാണ്. ആ മുട്ടാളന്മാരെ അമർ ചെയ്യാതെ നീതി കിട്ടൂല. അപ്പോൾ ഇവർ വന്നു, മദീനക്കാർ വന്നു. നോക്കുമ്പോൾ ടൈഗ്രീസ് നദിയുടെ പാലം ഇറാഖുകാർ തന്നെ പൊളിച്ചിട്ടിട്ടുണ്ട്. അതിലങ്ങോട്ട് നീന്തി ഇവര് ഓരോന്ന് വെള്ളം കുടിച്ചില്ല. എന്ത്? അവരാർക്ക് വേണ്ടി ജീവിക്കുന്നു? അല്ലാഹ്! ഇത് കണ്ടപ്പോൾ ഇറാഖികൾ പറഞ്ഞു, ലൈസു ബി ഇൻസ്, ഇത് മനുഷ്യന്മാരല്ല, വലാകിൻ ജിന്നിയുൻ, ജിന്നുകളായിരിക്കും. നിറഞ്ഞു കിടക്കുന്ന ടൈഗ്രീസ് നദി നീന്ത. നീന്തിയത് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ. ഒരു തുള്ളി പുഴ ഒരു കണ്ടിട്ടില്ല മരുഭൂമി. അവർക്ക് മുമ്പ് നീന്തൽ പഠിച്ചിട്ടുണ്ടോ? പറയുടെ എന്തടാ രാവിലെ വന്നിരിക്കണേ, എന്തടാ രാവിലെ വന്നിരിക്കണേ. അവർ നീന്തൽ പഠിപ്പിക്കുന്ന സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ലടോ.
അവർ തടി ആർക്ക് കൊടുത്തിട്ടുണ്ട്? അല്ലാഹ്. ഖാദിസിയയിൽ അവർ പൊളിഞ്ഞു. യസ്ദഗിർദ് ചൈനയിലേക്ക് പേടിച്ചോടി. അവസാനത്തെ പേർഷ്യൻ ചക്രവർത്തിയായ യസ്ദഗിർദ് ഇവരെ പേടിച്ച് ചൈനയിലേക്ക് ഓടി. പിന്നെ അന്നം വിട്ടാതെ മരിച്ചു യസ്ദഗിർദ്. എന്തിനെ യസ്ദഗിർദ് അങ്ങനെ മരിച്ചത്? യസ്ദഗിർദിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ 100 കന്യകകളായ സുന്ദരികളെങ്കിലും നൃത്തം ചെയ്യുന്ന നടുവിലെ യസ്ദഗിർദ് ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. അംഗലാവണ്യവും അംഗചേഷ്ടതയുമുള്ള സുന്ദരികളായ പെൺകുട്ടികൾ എന്ത് ചെയ്യണം? അവരിങ്ങനെ നൃത്തം ചവിട്ടും രാജാവ് ഭക്ഷണം കഴിക്കുമ്പോൾ. അല്ലാതെ സംഗീതം പൊഴിക്കും. അങ്ങനെ അതിമനോഹരമായ സംഗീതത്തിന്റെയും സുന്ദരിമാരുടെ ചാടുല്യമാർന്ന നൃത്തച്ചുവടുകളുടെയും നടുവിലല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം യസ്ദഗിർദ് കഴിച്ചിട്ടില്ല. ഓടി ചൈനയിലേക്ക്. പിന്നെ ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? യസ്ദഗിർദിന് പേടിച്ചോടി അരണ്ട് അഭയം തേടി വന്ന ആള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏത് പെണ്ണ നൃത്തം ചവിട്ട? തിന്നാൻ കിട്ടാതെ മരിച്ചു. ആര്? യസ്ദഗിർദ് ചക്രവർത്തി. പേർഷ്യയുടെ അവസാനത്തെ ചക്രവർത്തി യസ്ദഗിർദ് തിന്നാനില്ലാതെ മരിച്ചു. മദീനക്കാർ ടൈഗ്രീസ് നദി നീന്തിയപ്പോൾ മദീനക്കാരാകട്ടെ മുമ്പൊരു പുഴ നീന്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. بربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله. من سرني الله 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 عليه توكل والله الله الله പേടിക്കണ്ട. അവർക്കൊരു തുള്ളി വെള്ളത്തിൽ പരിചയമില്ല. എന്നിട്ട് ഒരാൾ വെള്ളം കുടിച്ച് മരിച്ചില്ലല്ലോ. ഗ്രീസ് നദി മുറിച്ചു കിടന്ന് നീന്തി അവർ പുറത്തെത്തി.